നമ്മളിവിടെ 2 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാനിൽ. അതിലേക്ക് 1 സ്പൂൺ കുരുമുളകും ഇടുക കേട്ടോ. എന്നിട്ട് അതിനെ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എണ്ണയൊന്നും ഒഴിക്കരുത്. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നല്ലോണം തണുക്കട്ടെ കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ അതിനെ നമ്മളൊരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് അതിനെ ഒന്ന് നല്ലോണം നല്ല രീതിയിൽ പൊടിക്കുക കേട്ടോ. വീണ്ടും അതേ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് ഒരു 10-15 സ്പൂണ് പഞ്ചസാര ഇടുക കേട്ടോ. ഓക്കെ, ഇതപ്പോൾ നമ്മൾ ഇതൊക്കെ നല്ലോണം പൊടിച്ച് കഴിഞ്ഞ് അത് ആ പഞ്ചസാരയിൽ മിക്സ് ചെയ്യുക കേട്ടോ. ആ ജീരകവും കുരുമുളകും കൂടി പൊടിച്ചത് അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാലപ്പൊടി ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി അതിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നല്ലോണം കുറുക്കിയെടുക്കുക കേട്ടോ. അത് വന്ന് ഇളക്കി കൊടുക്കണം ഇടയിൽ. അപ്പോൾ അത് നല്ലോണം വറ്റി അതൊരു നല്ല പാകമായിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടും കേട്ടോ. അതുവരെ നമ്മൾ അതിനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നല്ല ഏകദേശം ഒരു നല്ല കുഴമ്പ് രൂപത്തിലായി. ആയിക്കഴിഞ്ഞാൽ അതിനെ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് തണുത്ത ശേഷം അതിനെ നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി അതിനെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് എടുത്ത് വയ്ക്കുക. അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുക. നമ്മൾ ജീര സോഡയ്ക്കായി ഒരു 4 ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഇത് ഓരോ സ്പൂണോ 2 സ്പൂൺ നമ്മുടെ ആവശ്യാനുസരണം ഒഴിക്കുക കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. കുറച്ച് കൂടുതൽ ഇത് മസാല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് കുറച്ച് സ്ലൈസസ് ആയിട്ട് നാരങ്ങ കട്ട് ചെയ്തിടുക. നാരങ്ങ കട്ട് ചെയ്തിട്ട ശേഷം അതിലേക്ക് കുറച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ജ്യൂസ് അതും കൂടി എല്ലാം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചായിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, നാരങ്ങ ജ്യൂസാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് തണുത്ത സോഡയാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് സോഡ വാങ്ങി നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കുക, അല്ലെങ്കിൽ തണുത്ത സോഡ വാങ്ങി ഒഴിച്ചു കൊടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യുക, ആളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ കപ്പിലും സോഡയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പുതിന ഇല ഇടുക കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളി ജീര മസാല സോഡ റെഡിയാണ്. നല്ലൊരു റിഫ്രഷറാണ് കേട്ടോ അത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.